ശാന്തവും സ്വസ്ഥവുമായി നടുനിവർന്ന് കംഫോർട്ടബിളായി ഇരിക്കുക. ഇരു കൈകളും നമസ്കാര മുദ്രയിൽ നമ്മുടെ ചെസ്റ്റിന് മുൻവശത്തായി വയ്ക്കുക. സംഗജത്വം സംവദത്വം സംഭോ മനാസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസ്യതേ സഞ്ജാനാനാ ഉപാസ്യതേ സഞ്ജാനാനാ ഉപാസ്യതേ. ഇരു കൈകളും നമസ്കാര മുദ്രയിൽ നിന്നും താഴേക്ക് കൊണ്ടുവരിക. പതിയെ ഇരു കൈകളും തറയിൽ സപ്പോർട്ട് ചെയ്ത് സ്റ്റാൻഡിംഗ് പൊസിഷനിലേക്ക് വരിക. ഇരു കാലുകളും ഷോൾഡർ ലെവലിൽ അകത്തി വെച്ച് കൈകൾ ഇരുവശങ്ങളിലുമായി വെച്ച് ശിഥില താടാസനയിൽ നിൽക്കുക. ആദ്യമായി സൂക്ഷ്മ വ്യായാമം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഇരു കൈകളും അരക്കെട്ടിൽ വെച്ച ശേഷം ശ്വാസം പുറന്തള്ളിക്കൊണ്ട് തല താഴേക്ക് കുനിച്ച് താടിഭാഗം ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പതിയെ മുകൾ വശത്തേക്ക് ഉയർത്തുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ നോക്കി നിൽക്കുക. ഇനി വശങ്ങളിലേക്കുള്ള നെക്ക് മൂവ്മെൻ്റ് ആണ്. അതിനായി ശ്വാസം എടുത്ത ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്, അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് കഴുത്ത് ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്, അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് വരിക. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ഒരു വട്ടം കൂടെ ആവർത്തിക്കാം. ശ്വാസം വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് തിരിക്കുക. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. ഇനി നെക്ക് റൊട്ടേഷനാണ് ചെയ്യുന്നത്. അതിനായി താടിഭാഗം ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ തല മുന്നോട്ട് കുനിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വലതുവശത്തേക്ക് ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ മുകളിലേക്ക് മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇടതുവശത്തു കൂടി തിരിച്ചു വരിക. ഇത് 3 പ്രാവശ്യം കൂടി ആവർത്തിക്കുക. ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി ഇതേ പ്രാക്ടീസ് കഴുത്തിൻ്റെ ഭാഗങ്ങളിലുമുള്ള മസിലിൻ്റെയും അതേപോലെ തന്നെ ലിഗമെൻസിൻ്റെയും മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇടതുവശത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇനി ഷോൾഡർ റൊട്ടേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇരു കൈകളും മുൻവശത്തേക്ക് നീട്ടിപ്പിടിച്ച് കൈമുട്ടുകൾ മടക്കി വലത് കൈവിരലുകൾ വലത് ഷോൾഡറിൻ്റെ, അതുപോലെ ഇടത് കൈവിരലുകൾ ഇടത് ഷോൾഡറിൻ്റെ മുകളിലുമായി വയ്ക്കുക. അതിനുശേഷം കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുക. അതുപോലെ ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. ഇത് 3 പ്രാവശ്യം കൂടി ആവർത്തിക്കാം. ഇൻഹേൽ ആൻഡ് എക്സേൽ,
ഇൻഹേൽ ആൻഡ് എക്സേൽ. ഇതേ പ്രാക്ടീസ് തന്നെ വിപരീത ദിശയിൽ ചെയ്യുക 3 പ്രാവശ്യം. വീണ്ടും അതേപോലെ ഇൻഹേൽ ആൻഡ് എക്സേൽ, ഇൻഹേൽ ആൻഡ് എക്സേൽ. One more round. Inhale and exhale. അതിനുശേഷം ശിഥില താടാസനയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി ട്രങ്ക് ട്വിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇത് അരക്കെട്ടിലുള്ള മസിൽസിനുള്ള മൂവ്മെൻറ്റ്സ് ആണ് പ്രധാനമായും ചെയ്യുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരും അതുപോലെ തന്നെ ഡിസ്ക് പ്രോബ്ലം ഉള്ളവരും സാവധാനം ശ്രദ്ധിച്ച് മാത്രം ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഇരു കൈകളും നേരെ മുൻവശത്തേക്ക് നീട്ടി കൈപ്പത്തികൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും വലതുഭാഗത്തേക്ക് തിരിക്കുക. ഇടത് കൈ നമ്മുടെ വലതു ഷോൾഡറിൽ ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക് തിരിച്ചു വരിക. ശ്വാസം വിട്ടുകൊണ്ട് ഇരു കൈകളും ഇടതുവശത്തേക്ക് തിരിക്കുക. വലത് കൈ ഇടത് ഷോൾഡറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇതേ പ്രാക്ടീസ് 2 പ്രാവശ്യം കൂടെ ആവർത്തിക്കാം. എക്സേൽ and inhale, exhale and inhale, exhale and inhale, exhale and inhale. അടുത്തതായി കാൽമുട്ടുകൾക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ്. സന്ധിവാതമോ അല്ലെങ്കിൽ കാൽമുട്ടുകൾക്കുള്ള സർജറി കഴിഞ്ഞവരും ഈ ഒരു പ്രാക്ടീസ് ഒഴിവാക്കുക. ആദ്യമായി ഇരു കൈകളും ഷോൾഡർ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. കൈപ്പത്തി രണ്ടും തറയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി ഒരു സാങ്കല്പിക ചെയറിൽ ഇരിക്കുന്നത് പോലെ താഴേക്ക് വരിക. ശ്വാസം എടുത്തുകൊണ്ട് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരിക. 2 പ്രാവശ്യം കൂടി ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. എക്സേൽ and inhale, again exhale and inhale. സാവധാനം ശിഥില താടാസനയിലേക്ക് വന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് ആസനയിലേക്ക് കടക്കാം. ആദ്യമായി ചെയ്യാൻ പോകുന്നത് താടാസനയാണ്. ഇതൊരു ബാലൻസിങ് ആസനയാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. ഉപ്പൂറ്റിയും ഒപ്പം തന്നെ ഉയർത്തുക. കൈവിരലുകൾ ഇൻ്റർലോക്ക് ചെയ്ത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലേക്ക് വയ്ക്കുക. 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുക. കാലിൻ്റെ മാംസപേശികളുടെയും കാൽക്കുഴലുകളുടെയും ബലം വർദ്ധിപ്പിക്കുവാൻ ഈ ഒരു ആസനം സഹായിക്കുന്നു. ഏകാഗ്രത കൂട്ടുവാനും കുട്ടികളിൽ ഉയരം വർദ്ധിക്കുവാനും സഹായിക്കുന്ന ഒരു ആസനയാണ് താടാസന. ശ്വാസം പതിയെ പുറന്തള്ളിക്കൊണ്ട് ഇരു കൈകളും ഒപ്പം ഉപ്പൂറ്റിയും പതിയെ താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ശിഥില താടാസനയിൽ നിന്ന് റിലാക്സ് ചെയ്യുക. അടുത്തതായി വൃക്ഷാസനയാണ് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു ബാലൻസിങ് ആസന തന്നെയാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരും സയാറ്റിക്കോ വെർട്ടിഗോ എന്നീ അസുഖങ്ങളുള്ളവരും ഈ ഒരു ആസന ഒഴിവാക്കുക. ആദ്യമായി സ്ഥിതി പൊസിഷനിലേക്ക് വരിക. വലത് കാലെടുത്ത് ഇടത് കാലിൻ്റെ തുടയുടെ മുകൾ ഭാഗത്തേക്ക് മൂലഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുക. കാൽവിരലുകൾ താഴേക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളൊന്ന് ബാലൻസ് ചെയ്ത ശേഷം ഇരു കൈകളും വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തി കൈകൾ നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. ഇരു കൈകളുടെയും ബൈസെപ്സ് മസിൽസ് ചെവികളിൽ സ്പർശിക്കുന്ന രീതിയിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ബാലൻസ് നിലനിർത്താൻ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കി
ഡീപ്പ് ബ്രീത്ത് ചെയ്യാം. ഈ ഒരു പൊസിഷനിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കുക. ഇത് നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനും നമ്മുടെ നാഡികളുടെയും പേശികളുടെയും ബലപ്പെടുത്തുന്നതിനും ഈ ഒരു ആസനം ഒത്തിരി സഹായിക്കുന്നതാണ്. ശ്വാസം പുറന്തള്ളിക്കൊണ്ട് പതിയെ ഇരു കൈകളും നമ്മുടെ വശങ്ങളിലൂടെ തിരികെ കൊണ്ടുവരിക. ശേഷം വലത് കാലും താഴേക്ക് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഇതേ പ്രാക്ടീസ് തന്നെ ഇടതുവശത്തും ആവർത്തിക്കുക. ഇടതുകാലെടുത്ത് ഇടതു തുടയുടെ മുകൾ ഭാഗത്തേക്ക് ചേർത്ത് വെക്കുക. ശേഷം ബാലൻസ് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ ഉയർത്തി നമസ്കാര മുദ്രയിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാലൻസ് നിലനിർത്തുക. 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ ഒരു പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ശ്വാസം പതിയെ പുറത്തോട്ട് വിട്ടുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. ഇടതുകാലം റിലീസ് ചെയ്ത് സ്ഥിതി പൊസിഷനിലേക്ക് വന്ന് ശിഥില താടാസനയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി പാദഹസ്താസനയാണ് ചെയ്യാൻ പോകുന്നത്. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, വെർട്ടിഗോ, ഡിസ്ക് പ്രൊലാപ്സ്, സിവിയർ ഹൈപ്പർ ടെൻഷൻ ഈ അസുഖങ്ങളുള്ളവർ ഈ ഒരു ആസന പരമാവധി ഒഴിവാക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് മുൻവശത്തിലൂടെ ഉയർത്തിയതിന് ശേഷം ശ്വാസം പുറന്തള്ളിക്കൊണ്ട് ഇരു കൈകളും മുൻവശത്തേക്ക് മാക്സിമം കൊണ്ടുവരിക. കൈപ്പത്തി തറയിൽ വയ്ക്കുകയോ ആംഗിൾ ജോയിൻറ്റിൽ ഹോൾഡ് ചെയ്യുകയോ ചെയ്യുക. അതോടൊപ്പം കുനിഞ്ഞ് നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കുവാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ ഒരു പൊസിഷനിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഇത് നമ്മുടെ സ്പൈനൽ കോഡ് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ദഹനം എളുപ്പത്തിലാക്കുവാനും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം തന്നെയാണ്. തലയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടിക്കൊണ്ടുവരാനും അതിലൂടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാനും നല്ലൊരു ആസന കൂടിയാണ് പാദഹസ്താസന. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വശങ്ങളിലൂടെ കൈകൾ താഴ്ത്തി ശിഥില താടാസനയിൽ നിന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ നട്ടെല്ലിലുണ്ടായ മുഴുവൻ ഫ്ലെക്സിബിലിറ്റിയും ചേഞ്ചസും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അടുത്തതായി അർദ്ധചക്രാസനയാണ് ചെയ്യാൻ പോകുന്നത്. വെർട്ടിഗോ, ഹൈ BP പ്രോബ്ലംസ് ഉള്ളവർ ഈ ഒരു ആസനം ഒഴിവാക്കുക. പതിയെ സ്ഥിതി പൊസിഷനിലേക്ക് വരിക. ഇരു കാലുകളും ചെറിയൊരു ഡിസ്റ്റൻസിൽ വച്ചതിന് ശേഷം ഇരു കൈകളും അരക്കെട്ടിൽ വയ്ക്കുക. 2 തള്ളവിരലുകളും പുറകുവശത്തേക്ക് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റെല്ലാ വിരലുകളും മുൻവശത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. കൈമുട്ടുകൾ രണ്ടും പാരലലായി വെച്ച ശേഷം അരക്കെട്ടിൽ നിന്നും പിന്നിലേക്ക് മാക്സിമം വളയുക. കഴുത്തും മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ഈ ഒരു പൊസിഷനിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കുക. സ്പൈനൽ കോഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഈ ഒരു ആസന സഹായകരമാണ്. പതിയെ ശ്വാസം എടുത്തുകൊണ്ട് നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരിക. റിലാക്സ് ചെയ്ത് ശിഥില താടാസനയിൽ നിൽക്കുക. അടുത്തതായി ത്രികോണാസനയാണ് ചെയ്യുന്നത്. അതിനായി ഇരു കാലുകളും ഏകദേശം 3 അടി അകലത്തിലേക്ക് വയ്ക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും ഷോൾഡർ ലെവലിൽ കൊണ്ടുവരിക. അതിനുശേഷം വലത് കാലിൻ്റെ ആംഗിളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ പതിയെ ബെൻഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോവുക. ഇത് ഇടത് കൈ തലയ്ക്ക് മുകളിലായി ഒരേ ലൈനിലാണെന്ന് ഉറപ്പുവരുത്തുക. പതിയെ കഴുത്ത് മുകൾ വശത്തേക്ക് ടേൺ ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക. കാഫ് മസിൽസിനും തൈസിനും ഹിപ്പ് ഏരിയയിലുള്ള മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിനും വളരെ സഹായകരമാണ് ആസനയാണ് ത്രികോണാസന.
ഇരു കാലുകളും അതേ പൊസിഷനിൽ വെച്ച് കൈകൾ പതിയെ ഷോൾഡറിന് നേരെ കൊണ്ടുവരിക. ഈ ഒരു പ്രാക്ടീസ് തന്നെ ലെഫ്റ്റ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് പതിയെ ഇടത് കാലിൻ്റെ ആംഗിളിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ബെൻഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. വലത് കൈ തലയ്ക്ക് മുകളിലായി ഒരേ ലൈനിൽ കൊണ്ടുവരിക. പതിയെ കഴുത്ത് മുകൾ വശത്തേക്ക് ടേൺ ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ഫൈനൽ പൊസിഷനിലേക്ക് വന്ന് 10 മുതൽ 30 സെക്കൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക. ഫ്ലാറ്റ് ഫുഡ് പ്രിവെൻറ്റ് ചെയ്യാനും സ്പൈനൽ കോഡിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ആസന വളരെ ഹെൽപ്ഫുള്ളാണ്. ശേഷം ഇരു കൈകളും പതിയെ ഷോൾഡർ ലെവലിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം സ്ഥിതി പൊസിഷനിലേക്ക് തിരിച്ചു വന്ന് ശിഥില താടാസനയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മുടെ മസിലുകളിലുണ്ടായ മാറ്റങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അടുത്തതായി പ്രാക്ടീസ് ചെയ്യുന്നത് ഭദ്രാസനയാണ്. നമ്മുടെ കാലുകളിലോ പുറകുവശത്തോ അതുപോലെ ജോയിൻസിലോ നല്ല വേദനയുള്ളവർ ഈ ഒരു ആസനം ഒഴിവാക്കുക. പതിയെ സിറ്റിംഗ് പൊസിഷനിലേക്ക് വരിക. ശിഥില ദണ്ഡാസനയിൽ നിന്ന് വന്ന് റെസ്റ്റ് ചെയ്യുക. പതിയെ സ്ഥിതി ദണ്ഡാസനയിലേക്ക് വന്ന് ഇരു കാലുകളും മുൻവശത്തേക്ക് നീട്ടി കൈകൾ വശങ്ങളിലേക്ക് വച്ചിരിക്കുക. കൈപ്പത്തികൾ മുൻവശത്തേക്ക് ഫേസ് ചെയ്ത് വെക്കുക. അതിനുശേഷം കാൽമുട്ടുകൾ മടക്കി 2 കാൽപാദങ്ങളും ഒരുമിച്ച് ചേർത്ത് ബോഡിയോട് ചേർത്ത് വയ്ക്കുക. ഇരു കൈകളും ഇൻ്റർലോക്ക് ചെയ്ത് കാൽവിരലുകളിൽ ടൈറ്റൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഉപ്പൂറ്റി നമ്മുടെ ശരീരത്തോട് മാക്സിമം ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. 10 മുതൽ 30 സെക്കൻഡ് വരെ ആ പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ കാലുകളുടെ ഫ്ലെക്സിബിലിറ്റിക്കും സ്പൈനൽ കോഡ് സ്ട്രെങ്തൻ ചെയ്യുവാനും നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പത്തിൽ നടക്കുവാനും ഈ ഒരു ആസന സഹായകരമാണ്. അതിനുശേഷം പതിയെ റിലാക്സ് ചെയ്തുകൊണ്ട് ശിഥില ദണ്ഡാസനയിലേക്ക് വന്ന് കംപ്ലീറ്റ് റിലാക്സ് ചെയ്യുക. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനയാണ്. ഹെർണിയ, അബ്ഡോമിനൽ സർജറി ചെയ്തവർ ഈ ഒരു ആസന ഒഴിവാക്കുക. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറും മൈഗ്രെയിനും ഉറക്കമില്ലായ്മയും ഒക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു ആസന കൂടുതൽ നേരം ഫൈനൽ പോസിൽ മെയിൻറ്റെയിൻ ചെയ്യരുത്. പതിയെ സ്ഥിതി പൊസിഷനിലേക്ക് വന്ന് വജ്രാസനത്തിലേക്ക് ഇരു കാലുകളും മടക്കി ബട്ടക്സിന് മുകളിലായി വെച്ച് ഇരിക്കുക. പതിയെ കാൽമുട്ടിൽ എഴുന്നേറ്റ് നിന്ന് ഇരു കൈകളും അരക്കെട്ടിൽ വെക്കുക. വലത് കൈ മുകളിലേക്ക് ഉയർത്തി പുറകിലൂടെ കൊണ്ടുവന്ന് വലത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ മുകൾ ഭാഗത്തായിട്ട് വെക്കുക. അതുപോലെ ഇടത് കൈയും മുകൾ ഭാഗത്തേക്ക് ഉയർത്തി ഇടത് ഉപ്പൂറ്റിയുടെ മുകളിലായും വെച്ച് ബാലൻസ് ചെയ്ത ശേഷം ആ ഒരു പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് നിൽക്കുക. ബാക്ക് സൈഡിലുള്ള മസിൽസിനും ബോണിനും അതുപോലെ തന്നെ കഴുത്തിലെ മസിൽസിനും സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആസനയാണിത്. കൂടാതെ കോൺസ്റ്റിപ്പേഷനിൽ നിന്നും റിലീവ് ചെയ്യാനും ഉഷ്ട്രാസന പ്രാക്ടീസ് ചെയ്യുന്നത് വഴി സാധിച്ചെടുക്കുന്നതാണ്. പതിയെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇടത് കൈ മുകളിലേക്കും അതുപോലെ തന്നെ വലത് കൈയും മുകളിലേക്കും കൊണ്ടുവന്ന് വജ്രാസനയിൽ പതിയെ കംഫോർട്ടബിളായിട്ടിരിക്കുക. അടുത്തതായി ശശാങ്കാസനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പെപ്റ്റിക് അൾസറുള്ള ആൾക്കാർ ഈ ഒരു ആസന ഒഴിവാക്കുക. വജ്രാസനയിൽ നിന്നും ഇരു കാലുകളും പതിയെ അകത്തി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും മുൻവശത്തുകൂടി മുകൾ ഭാഗത്തേക്ക് ഉയർത്തിക്കൊണ്ടു പോവുക. അതിനുശേഷം ശ്വാസം പുറന്തള്ളിക്കൊണ്ട് ഇരു കൈകളും പതിയെ തറയിൽ പതിക്കത്തക്ക രീതിയിൽ മുൻവശത്തേക്ക് നീട്ടിവെക്കുക. നമ്മുടെ നെറ്റിഭാഗവും തറയിൽ പതിക്കത്തക്ക രീതിയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് കുറച്ച് സമയം അതേ ഒരു പൊസിഷനിൽ കിടക്കുക. നമ്മുടെ ദഹനം എളുപ്പത്തിലാകുവാനും കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് റിലീവ് ചെയ്യുവാനും ഈ ഒരു ആസന വഴി സാധിക്കും. ഇതിനുശേഷം പതിയെ ശ്വാസം എടുത്തുകൊണ്ട് വജ്രാസനയിലേക്ക് തന്നെ തിരിച്ചു വരിക. അടുത്തതായി ചെയ്യുന്നത് ഉത്താന മണ്ഡൂകാസനയാണ്. ആർത്രൈറ്റിസും ഹെർണിയയുമുള്ള ആൾക്കാർ ഈ ഒരു ആസനം ഒഴിവാക്കുക. വജ്രാസനയിൽ ഇരുന്നു കൊണ്ട് ഇരു കാലുകളും ചെറുതായി അകത്തി വയ്ക്കുക. ഇരു കൈകളും മുകൾ വശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ഷോൾഡർ ബ്ലേഡിൽ ടച്ച് ചെയ്തുകൊണ്ട് വയ്ക്കുക.
നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ 10 മുതൽ 30 സെക്കൻഡ് വരെ നിൽക്കുക. ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഇംപ്രൂവ് ചെയ്യുവാനും ഈ ഒരു ആസന വളരെ സഹായകരമാണ്. പതിയെ റിലാക്സ് ചെയ്തുകൊണ്ട് വജ്രാസനയിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇരു കാലുകളും പതിയെ റിലീസ് ചെയ്ത് സാവധാനത്തിൽ ശിഥില ദണ്ഡാസനയിലിരുന്ന് റിലാക്സ് ചെയ്യുക. ഇനി നമ്മൾ വക്രാസനയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. റീസെൻ്റ് അബ്ഡോമിനൽ സർജറി ചെയ്തവർ ഈ ഒരു ആസന ഒഴിവാക്കുക. അതിനുശേഷം ശിഥില ദണ്ഡാസനയിൽ നിന്നും പതിയെ സ്ഥിതി ദണ്ഡാസനയിലേക്ക് വരിക. വലത് കാൽമുട്ട് മടക്കി ഇടത് മുട്ടിന് സൈഡിലായി വയ്ക്കുക. വലത് കൈ പുറം വശത്തേക്ക്, അതുപോലെ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി റൊട്ടേറ്റ് ചെയ്ത് വലത് കാൽമുട്ടിന് മുകളിലൂടെ കൊണ്ടുവന്ന് വലത് കാലിൻ്റെ തള്ളവിരൽ ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. വിരൽ പിടിക്കാൻ പറ്റാത്തവർ മാക്സിമം ആംഗിൾ ഏരിയയിലേക്ക് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വലതു ഭാഗത്തേക്ക് ബോഡിയെ മാക്സിമം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് അതേപോലെ വലതു ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു 10 മുതൽ 30 സെക്കൻഡ് വരെ ആ ഒരു പൊസിഷനിൽ നിൽക്കുക. സ്പൈനൽ കോഡിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്കും സ്പൈനൽ കോഡ് നെർവ്സിനെ ടോൺ ചെയ്ത് കൊണ്ടുവരാനും കൂടാതെ കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനും ഡയബറ്റിസിനും പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ആസനം മൂലം സഹായിക്കുന്നതാണ്. പതിയെ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി കംഫോർട്ടബിളായി തിരിച്ചു വന്ന് സ്ഥിതി ദണ്ഡാസനയിലിരിക്കുക. ഇതേ പ്രാക്ടീസ് തന്നെ ഇടത് ഭാഗത്തു കൂടി റിപ്പീറ്റ് ചെയ്യുക. ഇടത് കാൽമുട്ട് മടക്കി വലത് കാൽമുട്ടിന് അടുത്തായി വയ്ക്കുക. അതിനുശേഷം ഇടത് കൈ പുറകിൽ വച്ച് വലത് കൈ മുകൾ ഭാഗത്തേക്ക് ഉയർത്തി ഇടത് കാലിൻ്റെ തള്ളവിരൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. വിരൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർ പറ്റുന്നത്രയും മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. ബോഡിയെ ഇടത് ഭാഗത്തേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്ത് ഇടത് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ഒരു പൊസിഷനിൽ കുറച്ച് നേരം കൂടെ നിൽക്കുക. നോർമൽ ബ്രീത്തിങ്ങിൽ എൻജോയ് ചെയ്തുകൊണ്ട് മുഴുവൻ സ്ട്രെച്ചിങ്ങും ചെയ്തുകൊണ്ട് അതേ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യുക. പതിയെ വലത് കൈ മുകൾ ഭാഗത്തേക്ക് ഉയർത്തി കംഫോർട്ടബിളായി തിരിച്ചു വന്ന് സ്ഥിതി ദണ്ഡാസനയിലിരിക്കുക. ശേഷം ശിഥില ദണ്ഡാസനയിലിരുന്ന് റെസ്റ്റ് ചെയ്യുക. അടുത്തതായി മക്രാസനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പ്രഗ്നൻസി പീരീഡിൽ ഈ ഒരു ആസനം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. പതിയെ ശവാസനയിൽ കിടന്ന് റിലാക്സ് ചെയ്യുക. ശേഷം വലതു ഭാഗത്തേക്ക് ടേൺ ചെയ്ത് കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കമിഴ്ന്നു കിടന്ന് പ്രോൺ പൊസിഷനിലേക്ക് കിടക്കുക. ഇരു കൈകളും മടക്കി നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിന് മണികണ്ഠത്തിന് മുകൾ ഭാഗത്തായി താടിഭാഗം റെസ്റ്റ് ചെയ്യുക. അതുപോലെ ഇരു കാലുകളുടെയും ഉപ്പൂറ്റ് തമ്മിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരടി അകലത്തിൽ വെച്ച് നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് കിടക്കുക. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ ആസനങ്ങളുടെയും റിലാക്സേഷൻ പൊസിഷനാണ് മക്രാസന എന്ന് പറയുന്നത്. നമ്മുടെ ബാക്ക് പ്രോബ്ലംസിനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മക്രാസന വളരെ സഹായകരമാണ്. അടുത്തതായി ഭുജംഗാസനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അബ്ഡോമിനൽ സർജറി ചെയ്തവരും ഹെർണിയയുടെ ഇഷ്യൂ ഉള്ളവരും ഈ ഒരു ആസന ഒഴിവാക്കുക. അതിനായി ഇരു കൈകളും ഏറ്റവും താഴത്തെ വാരിയലിന്, നമ്മുടെ റിബ് കേജിന് ഏറ്റവും താഴത്തെ റിബ് കേജിനായിട്ട് ഇരുവശങ്ങളിലുമായി ശരീരത്തിനോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതിയെ തലയും കഴുത്തും ചെസ്റ്റും അതുപോലെ അപ്പർ അബ്ഡോമിനൽ പാർട്ടും മുകളിലേക്ക് പതിയെ ഉയർത്തി വളച്ചു കൊണ്ടുവരിക. കുറച്ചു നേരം ആ ഒരു പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഭുജംഗാസന പ്രാക്ടീസിലൂടെ നല്ലൊരു റിലാക്സും കിട്ടും. അതുകൂടാതെ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യുവാനും ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ആസന സഹായിക്കും. അതിനുശേഷം ഇരു കൈകളും റിലാക്സ് ചെയ്തുകൊണ്ട് താഴേക്ക് വന്ന് മക്രാസനയിൽ റിലാക്സ് ചെയ്യുക. അടുത്തതായി ശലഭാസന പ്രാക്ടീസാണ് ചെയ്യുന്നത്.
ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും ഹെർണിയ ഇഷ്യൂസ് ഉള്ളവരും ഈ ഒരു ആസന പ്രാക്ടീസ് ചെയ്യുന്നത് പരിപൂർണമായും ഒഴിവാക്കുക. ആദ്യമായി ഇരു കൈകളും തറയിൽ പതിക്കുന്ന രീതിയിൽ ഇരുവശങ്ങളിലൂടെ പതിയെ താഴേക്ക് കൊണ്ടുവന്ന് രണ്ട് തുടകളുടെയും അടിഭാഗത്തായി നമ്മുടെ കൈപ്പത്തികൾ വയ്ക്കുക. അതിനുശേഷം പതിയെ ശ്വാസം എടുത്തുകൊണ്ട് ഇരു കാലുകളും മുകളിലേക്ക് ഉയർത്തുക. കാൽമുട്ട് മടക്കാതെ പറ്റുന്നത്രയും ഉയരത്തിലേക്ക് കൊണ്ടുപോവുക. ഫൈനൽ പോസിൽ കുറച്ചു നേരം നിന്ന ശേഷം പതിയെ ഇരു കാലുകളും താഴോട്ട് കൊണ്ടുവരിക. ഇരു കൈകളും പതിയെ വശങ്ങളിലൂടെ കൊണ്ടുപോയി മക്രാസനയിൽ റിലാക്സ് ചെയ്ത് കിടക്കുക. നമ്മുടെ തൈസിലെയും ബട്ടക്സിലെയും മസിൽസിനൊക്കെ സ്ട്രെങ്തൻ ചെയ്തു വരുന്നത് ഫീൽ ചെയ്യുക. എക്സ്ട്രാ ഫാറ്റൊക്കെ ബേൺ ചെയ്തു പോയി നമ്മുടെ നല്ലൊരു ഷേപ്പിലേക്ക് ടോൺ ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു ആസന പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി സേതുബന്ധാസന പ്രാക്ടീസ് ചെയ്യാം. കഴുത്തിൽ വേദനയോ മൈഗ്രെയിനോ മുട്ടുവേദനയോ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രാക്ടീസ് ഒഴിവാക്കുക. കൂടാതെ പ്രഗ്നൻസി പീരീഡിലും ഈ ഒരു ആസന ഒഴിവാക്കുക. പതിയെ മക്രാസനയിൽ നിന്നും ടേൺ ചെയ്ത് ശവാസനയിലേക്ക് കിടക്കുക. അതിനുശേഷം ശവാസനയിൽ നിന്നും പതിയെ സ്ഥിതി പൊസിഷനിലേക്ക് ഇരു കാലുകളും ഇരു കൈകളും ചേർത്ത് വെച്ച ശേഷം ശ്വാസം പതിയെ പുറന്തള്ളിക്കൊണ്ട് ഇരു കാൽമുട്ടുകളും മടക്കി രണ്ട് ഉപ്പൂറ്റിയും ബട്ടക്സിനടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാൽപാദം നിലത്ത് അമർത്തി വയ്ക്കുക. കൈകൾ ഉപയോഗിച്ച് കണങ്കാൽ പിടിക്കാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ ഉള്ളംകൈ നിലത്ത് വെച്ച് അമർത്തി വയ്ക്കുക. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ നടുഭാഗം മുകൾ ഭാഗത്തേക്ക് ഉയർത്തുക. ഈ ഒരു പൊസിഷനിൽ നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുക. നമ്മുടെ ബാക്ക് മസിൽ സ്ട്രെങ്തൻ ചെയ്യുവാനും കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യുവാനും ഈ ഒരു ആസനയിലൂടെ സാധിക്കുന്നതാണ്. പതിയെ എക്സേൽ ചെയ്തുകൊണ്ട് ബോഡി തറയിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം കൈകാലുകൾ റിലാക്സ് ചെയ്തുകൊണ്ട് ശവാസനയിൽ തന്നെ കിടക്കുക. അടുത്തതായി പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഉത്താന പാദാസനയാണ്. ഹൈ ബ്ലഡ് പ്രഷറും സിവിയർ ബാക്ക് പെയിനുമുള്ളവർ ഈ ഒരു ആസനം ഒഴിവാക്കുക. ശവാസനയിൽ നിന്നും പതിയെ സ്ഥിതി പൊസിഷനിലേക്ക് വരിക. കൈകളും കാലുകളും ചേർത്ത് വയ്ക്കുക. നമ്മുടെ തറയുമായി 30 ഡിഗ്രി ആംഗിളിൽ വരുന്ന രീതിയിൽ ഇരു കാലുകളും പതിയെ ഉയർത്തി കൊണ്ടുപോവുക. കൈകൾ രണ്ടും തറയിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. അതേ പൊസിഷനിൽ നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് കുറച്ചു നേരം ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. വയറുവേദനയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും ഈ ഒരു ആസന വളരെ നല്ലതാണ്. പതിയെ എക്സേൽ ചെയ്തുകൊണ്ട് ഇരു കാലുകളും താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ശവാസനയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് കിടക്കുക. അടുത്തതായി അർദ്ധഹലാസനയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നട്ടെല്ലിൻ്റെ താഴെ ഭാഗത്തായി സിവിയർ പെയിനുള്ള ആൾക്കാർ ഈ ഒരു ആസനം ഒഴിവാക്കുക. ശവാസനയിൽ നിന്നും പതിയെ സ്ഥിതി പൊസിഷനിലേക്ക് വരിക. അതിനുശേഷം ഇരു കാലുകളും പതിയെ മുകളിലേക്ക് 90 ഡിഗ്രി ആംഗിളിലേക്ക് കൊണ്ടുവരിക. നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുക. ഹൈ BP-യും അതുപോലെ ഡയബറ്റീസിൻ്റെയും പൈൽസിൻ്റെയും പ്രശ്നമുള്ളവർ ഈ ഒരു ആസനം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പതിയെ എക്സേൽ ചെയ്തുകൊണ്ട് ഇരു കാലുകളും താഴേക്ക് കൊണ്ടുവരിക. ശേഷം റിലാക്സ് ചെയ്തുകൊണ്ട് ശവാസനയിൽ കിടക്കുക. ഇനി പവനമുക്താസനയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. സിവിയർ ബാക്ക് പെയിനും അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിലും ഈ ഒരു ആസനം ഒഴിവാക്കുക. ആദ്യമായി ശവാസനയിൽ നിന്നും സ്ഥിതി പൊസിഷനിലേക്ക് വരിക. ഇരു കാലുകളും കൈകളും ചേർത്ത് വയ്ക്കുക. ഇതിനുശേഷം ഇരു കാൽമുട്ടുകളും മടക്കി നമ്മുടെ ചെസ്റ്റിന് മുകൾ വശത്തേക്ക് കൊണ്ടുവന്ന് ഇരു കൈകളും കോർത്ത് പിടിച്ച് കാൽമുട്ടുകളെ വട്ടം പിടിക്കുക. കാൽമുട്ടും നമ്മുടെ തുടഭാഗവും മാക്സിമം ചെസ്റ്റിനോട് അടുപ്പിച്ച് കൊണ്ടുവരിക. അതിനുശേഷം കാൽമുട്ടിനെ താടിയെല്ലുകൊണ്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു പൊസിഷനിൽ കുറച്ചു നേരം കൂടി കണ്ടിന്യൂ ചെയ്യുക. ദഹന പ്രക്രിയ എളുപ്പത്തിൽ നടക്കുവാനും
കോൺസ്റ്റിപ്പേഷനിൽ നിന്നും റിലീവ് ചെയ്യുവാനും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ആസനയാണിത്. പതിയെ നമ്മുടെ കാലുകൾ റിലീസ് ചെയ്ത് സ്ഥിതി പൊസിഷനിലേക്ക് വരിക. ശവാസനയിൽ റിലാക്സ് ചെയ്തുകൊണ്ട് കിടക്കുക. നമ്മുടെ മുഴുവൻ ബോഡിയും റിലാക്സ് ചെയ്തുകൊണ്ട് ഫീൽ ചെയ്യുന്നത് റിയലൈസ് ചെയ്യുക. അടുത്തതായി പതിയെ വലത് ഭാഗത്തേക്ക് ടേൺ ചെയ്ത് കൈകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിറ്റിംഗ് പൊസിഷനിലേക്ക് വന്ന് ഏതെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്ററിലേക്ക് വരിക. സുഖാസനയോ വജ്രാസനയോ പത്മാസനയിലോ ഇരിക്കാം. കപാലഭാതി ക്രിയയാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഹൃദയ സംബന്ധമായ പ്രോബ്ലംസ് ഉള്ളവരും വെർട്ടിഗോ ഉള്ളവരും ഈ ഒരു പ്രാക്ടീസ് ഒഴിവാക്കുക. ഹൈപ്പർ ടെൻഷനും മൈഗ്രെയിനും അതുപോലെ തന്നെ മെൻസ്ട്രൽ പീരീഡിലും ഈ ഒരു പ്രാക്ടീസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പതിയെ കണ്ണുകളടച്ച് ഇരു കൈകളും കാൽമുട്ടിന് മുകൾ വശത്തായി ചിന്മുദ്രയിൽ വയ്ക്കുക. ഡീപ്ലി ശ്വാസം അകത്തേക്ക് എടുത്തതിന് ശേഷം ശക്തിയായി ശ്വാസം പുറത്തോട്ട് വിടുക. അതേ സമയത്ത് നമ്മുടെ അബ്ഡോമിനൽ മൂവ്മെൻറ്റ്സ് കൂടെ അബ്ഡോമിൻ അകത്തോട്ട് കൊണ്ടുപോയി അതുപോലെ ശക്തിയായി വിടുന്നത് ഫീൽ ചെയ്യുക. ഇതുപോലെ ആക്റ്റീവായി ഫോഴ്സ്ഫുൾ എക്സലേഷൻ ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ പാസീവായിട്ട് മാത്രം, വളരെ സ്ലോ ആയിട്ട് മാത്രം ചെയ്യുക, ശ്രദ്ധിക്കാത്ത രീതിയിൽ. വീണ്ടും ഇത്തരത്തിൽ ഫോഴ്സ്ഫുൾ എക്സലേഷൻ 30 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക. ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ പ്രാക്ടീസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. ആന്തരിക അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാനും പ്രത്യേകിച്ചും അബ്ഡോമിനൽ ആ ഒരു റീജിയണിലുള്ള ഓർഗൻസിനെയൊക്കെ വളരെ ആക്റ്റീവ് ചെയ്തു കൊണ്ടുവരാനും കൂടാതെ ബ്രെയിനിനെ റീഫ്രഷ് ചെയ്യുവാനും റെസ്പിറേറ്ററി ഫങ്ഷൻസൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുവരാനും നമ്മുടെ നാഡികളെ എനർജൈസ് ചെയ്യുവാനും സഹായിക്കുന്നതാണ്. മനസ്സിനെ ശാന്തമാക്കാനും മൂഡ് സ്വിങ്ങിൽ നിന്നും നോർമൽ സ്റ്റേജിലേക്ക് റിലാക്സ് ചെയ്തു കൊണ്ടുവരാനും കപാലഭാതി പ്രാക്ടീസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനുശേഷം പതിയെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതായി നാഡീശോധന പ്രാണായാമമാണ് ചെയ്യുന്നത്. അതിനായി നട്ടെല്ല് നിവർന്നിരുന്ന് മുഴുവൻ ശരീരവും റിലാക്സ് ആയിരിക്കുക. ഇരു കൈകളും കാൽമുട്ടുകൾക്ക് മുകളിൽ വെച്ച് വലത് കൈ നാസികാമുദ്രയിലും അതുപോലെ ഇടത് കൈ ചിന്മുദ്രയിലും വെക്കുക. വലത് കൈ നാസികാമുദ്രയിൽ വെക്കുമ്പോൾ അതായത് തള്ളവിരൽ മോതിരവിരലും ചെറുവിരലും തുറന്നു വയ്ക്കുക. ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെച്ച് പ്രാക്ടീസ് ആരംഭിക്കുക. അതുപോലെ ഇടത് കൈ ചിന്മുദ്രയിൽ അതായത് തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് വെച്ച് മറ്റെല്ലാ വിരലുകളും തുറന്ന് കാൽമുട്ടിന് മുകളിൽ വശത്ത് തുറന്നു വയ്ക്കുക. അതിനുശേഷം ശ്വാസം അകത്തേക്ക് എടുത്തതിന് ശേഷം വലത് നോസ്ട്രിൽ തള്ളവിരലുകൾ കൊണ്ട് അടച്ചു വെച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറന്തള്ളുക. അതിനുശേഷം ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് അത് അടച്ച ശേഷം വലത് മൂക്കിൽ തുറന്ന് എക്സേൽ ചെയ്യുക. അതിനുശേഷം വലത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്കെടുത്ത് വലതു ഭാഗം അടച്ചു വെച്ച് ഇടത് ഭാഗത്തുകൂടെ ശ്വാസം പുറന്തള്ളുക. ശേഷം ഇടത് ഭാഗത്തുകൂടെ ശ്വാസം അകത്തേക്കെടുത്ത് വലതു ഭാഗത്തിലൂടെ പുറത്തോട്ട് വിട്ട് റിലാക്സ് ചെയ്യുക. ഒരിക്കൽ കൂടി വലതു ഭാഗത്തിലൂടെ ശ്വാസമെടുത്ത് ഇടതു ഭാഗത്തേക്ക് വരിക. അതിനുശേഷം ഇടതു ഭാഗത്തുകൂടെ ശ്വാസമെടുത്ത് ഇരുമൂക്കിൽ കൂടിയും കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ എനർജി ചാനൽസൊക്കെ ഓപ്പൺ ചെയ്തു വരികയും അഥവാ നമ്മുടെ നാഡീസൊക്കെ വളരെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. അതിലൂടെ നമ്മുടെ പ്രാണ ലെവൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും മനസ്സിൻ്റെ ശാന്തത കൈവരിക്കുവാനും നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ഈ ഒരു നാഡീശുദ്ധി പ്രാണായാമ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. നാഡീശുദ്ധി പ്രാണായാമ നിർത്തിയതിന് ശേഷം ശീതളി പ്രാണായാമം സാവധാനം ചെയ്യുക. നടുനിവർന്നിരുന്ന് ഇരു കൈകളും കാലുകൾക്ക് മുകളിൽ തുറന്ന് ചിന്മയമുദ്രയിൽ അല്ലെങ്കിൽ ചിന്മുദ്രയിൽ വെച്ച് ഇരിക്കുക. ഇനി നമ്മുടെ നാവ് ചെറുതായി മടക്കിയിട്ട് ഒരു ട്യൂബ് പോലെയാക്കി ചെറുതായി ശ്വാസം അകത്തേക്കെടുക്കുകയും അതിനുശേഷം നാവ് പതിയെ അകത്തേക്കെടുത്ത് മൂക്കിലൂടെ ശ്വാസം പുറന്തള്ളുകയും ചെയ്യുക.
ഇതേ പ്രാക്ടീസ് 2 പ്രാവശ്യം കൂടി ആവർത്തിക്കുക. ഇതിലൂടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശാന്തമാക്കി തണുപ്പിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ദഹന സംബന്ധമായ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഒരു പ്രാണായാമ ഒത്തിരി സഹായം നൽകുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ കണ്ണിനും തൊലികൾക്കും ഒരുപോലെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആസനയാണിത്. ഇരു കൈകളും കാൽമുട്ടിന് മുകളിലായി വെച്ച് പതിയെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തതായി ഭ്രമരി പ്രാണായാമയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന് ടൈപ്പ് 1 ആദ്യം പ്രാക്ടീസ് ചെയ്യാം. നന്നായും കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ തന്നെ നടു നിവർന്നിരിക്കുക. ശ്വാസം ഡീപ്ലി അകത്തേക്കെടുത്ത ശേഷം ശ്വാസം പുറന്തള്ളുമ്പോൾ ഹമ്മിങ് ബീയുടെ ആ ഒരു സ്വരം ഉണ്ടാക്കുക. ശ്വാസം പൂർണ്ണമായും പുറന്തള്ളുകയെന്ന് ഉറപ്പുവരുത്തുക. വളരെ കംഫോർട്ടബിളായി ഇതേ പ്രാക്ടീസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഡീപ്പ് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ശ്വാസം അകത്തേക്ക് കൊണ്ടുപോവുകയും അതുപോലെ ഹമ്മിങ് ബീയുടെ ആ ഒരു സ്വരം ഉണ്ടാക്കിക്കൊണ്ട് കംപ്ലീറ്റ്ലി എക്സെയിൽ ചെയ്യുക. ഒരു പ്രാവശ്യവും കൂടെ ഇൻഹേൽ, അടുത്തതായി ഇതേ പ്രാക്ടീസ് നമുക്ക് ഷൺമുഖി മുദ്രയിൽ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇരു കൈകളും മുഖത്തിന് മുൻവശത്തായി വെച്ച് കണ്ണുകൾ അടച്ച് ഇരു കൈകളിലെയും ചൂണ്ടുവിരൽ കൊണ്ട് കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. അതുപോലെ നടുവിരൽ മൂക്കിന് ഇരുവശങ്ങളിലുമായി മൂക്ക് അടയ്ക്കാതെ വയ്ക്കുക. ശേഷം വായയ്ക്ക് മുകൾ ഭാഗത്തായും താഴെ ഭാഗത്തായും മോതിരവിരലും ചെറുവിരലും വയ്ക്കുക. ഇരു ചെവികൾക്ക് മുകളിലായി വലത് ഇടത് തള്ളവിരലുകൾ വയ്ക്കുക. ഈയൊരു മുദ്രയാണ് ഷൺമുഖി മുദ്ര. അതിനുശേഷം പതിയെ മൂക്കിലൂടെ ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹമ്മിങ് ബീയുടെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കുക. കുറച്ചു നേരം കൂടി ഇതേ പ്രാക്ടീസ് ചെയ്യാം. ഇത് നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ കുറച്ച് കൊണ്ടുവരാനും അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അവരെ കുറച്ച് കൊണ്ടുവരാനും നല്ലൊരു ഉറക്കം കിട്ടുവാനും റെസ്റ്റ് നന്നായി കിട്ടുവാനും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം പതിയെ കംഫോർട്ടബിളായി നമുക്ക് ധ്യാനം പ്രാക്ടീസ് ചെയ്യാനായി നടുനിവർന്ന് കംഫോർട്ടബിളായിരിക്കുക. ഇരു കൈകളും രണ്ടും ചിന്മയ മുദ്രയിൽ കാൽമുട്ടുകൾക്ക് മുകളിലായി വയ്ക്കുക. കണ്ണുകളടച്ച് ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും പോകുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. നോർമൽ ബ്രീത്തിങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. പതിയെ നമ്മുടെ ശ്രദ്ധ മറ്റൊന്നിലേക്കും തിരിയാതെ ഒറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് റിയലൈസ് ചെയ്യുക. നമ്മുടെ മനസ്സ് പരിപൂർണമായും ആ ഒരു പോയിന്റിലേക്ക് വരുന്നതായിട്ട് റിയലൈസ് ചെയ്തുകൊണ്ട് വീണ്ടും കാണുക. മെഡിറ്റേഷൻ എന്നത് യോഗ പ്രാക്ടീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തലം തന്നെയാണ്. റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ പവർ മെയിൻറ്റെയിൻ ചെയ്യുവാനും സാധിക്കും. കൂടാതെ നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കി കൊണ്ടുവരാനും നമ്മുടെ മനസ്സിനെ റീജനുവേറ്റ് ചെയ്തു കൊണ്ടുവരാനും ഇത് സഹായിക്കും. സെൽഫ് റിയലൈസേഷൻ എന്ന ആ ഒരു അവെയർനെസ് ഉണ്ടാക്കിയെടുക്കുവാനും റെഗുലറായി മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ നമുക്ക് സാധിച്ചെടുക്കുന്നതാണ്. അടുത്തതായി ഇൻഹേൽ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി മുഴുവനായും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും എക്സേൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും നെഗറ്റീവ് എനർജി അകത്തുണ്ടെങ്കിൽ അതെല്ലാം പുറത്തോട്ട് പോകുന്നതായിട്ടും അസൂയ, പക, വിദ്വേഷം ഇത്തരത്തിൽ ഏത് രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവയൊക്കെ ക്ലിയറായി വരുന്നതായിട്ട് ഫീൽ ചെയ്യുക. അവസാനമായി നമ്മളിലേക്ക് തന്നെ നമ്മുടെ ആ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവന്ന് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും
റിക്കവറി ചെയ്യുന്നതിനായി റിയലൈസ് ചെയ്യുക. നമ്മളോട് തന്നെ മുഴുവൻ കമ്മിറ്റ്മെൻറ്റ്സും കാണിക്കുക. നമ്മുടെ ഓരോ ഡ്യൂട്ടിയിലും നമ്മുടെ ഫാമിലിയോടും നമ്മുടെ സൊസൈറ്റിയോടും ഈ ലോകത്തോടുമുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി കാണിക്കുവാൻ ശ്രമിക്കുക. മുഴുവനുമായും ആ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിന് വേണ്ടുന്ന എല്ലാ പവറും ഇതിലൂടെ നമ്മൾ നേടിയെടുത്തതാണെന്ന് റിയലൈസ് ചെയ്ത് കൊണ്ടുവരിക. കുറച്ച് സെക്കൻഡ് കൂടി ഇതേ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ എൻജോയ് ചെയ്തുകൊണ്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകാ സമസ്താ സുഖിനോ